നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഓണത്തിനിടെ പുട്ട് കച്ചവടം പോലെ ഈ പൂജക്കടയിൽ എന്ത് കച്ചവടമാണോ നീ നടത്തുന്നത്? അയ്യോ, കച്ചവടമല്ല പുഷ്പൻ ചേട്ടാ, അത്താഴമാ. പുഷ്പൻ ചേട്ടനുള്ള അത്താഴം ഞങ്ങൾ രഹസ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന. അവിടെ പൂജയുടെ തിരക്കിനിടയിൽ ആരും പുഷ്പൻ ചേട്ടനെ ശ്രദ്ധിക്കാനില്ലല്ലോ, അതുകൊണ്ടാ. അത് ശരി. ഇങ്ങനെ സന്തോഷം. അല്ലെങ്കിൽ നീ എനിക്ക് വേണ്ടപ്പെട്ടവനാടാ. മധുര പലഹാരം അല്ലെങ്കിൽ നീ ആർക്കും എന്തും ദാനം ചെയ്യും. പക്ഷേ മധുരമുള്ള എന്തെങ്കിലും ആണെങ്കിലോ ആ ഏരിയയിൽ പിന്നെ ആരും ചെല്ലണ്ട. ആശാൻ ഒറ്റ സിറ്റിക്കിൽ കാലിയാക്കും, അത്ര തന്നെ. എന്നാ പുഷ്പൻ ചേട്ടൻ കഴിച്ചോ, ഞങ്ങൾ അങ്ങോട്ട്. ഞാനും വരുന്നു, ഇതൊന്ന് കഴിച്ചോട്ടെ. ആ കൊച്ചേ, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് ആരും തൊണ്ടയിരിക്കുന്നു. പോ, നീ എവിടെ പോകുന്നു? അവിടെ ഇരിക്ക്. ആ ഇരി. നടന്നത് പൂജയാണോ കല്യാണമാണോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ. രണ്ടായാലും രണ്ടുപേരും ഏതെങ്കിലും വിധത്തിൽ യോജിച്ചു പോയാൽ മതിയായിരുന്നു. സത്യത്തിൽ എനിക്ക് നിങ്ങളോടൊക്കെ വലിയ ബഹുമാനം തോന്നുന്നു. കൊച്ചുകുട്ടികൾ ദുശാഠ്യം കാണിക്കുമ്പോ നമ്മൾ അവരെ തല്ലിയോ ഭയപ്പെടുത്തിയോ ഒക്കെ വരുതിക്ക് കൊണ്ടുവരും. അതുപോലെ മുതിർന്ന കുട്ടികൾ ശാഠ്യം പിടിക്കുമ്പോ അവരെ എങ്ങനെ നേരിടാം എന്നതിനുള്ള പാഠമാണ് നിങ്ങൾ ഇവിടെ നൽകിയത്. പൂജ വെറുമൊരു അനുഷ്ഠാനമല്ല, പ്രശ്നപരിഹാരത്തിനുള്ള വഴിയായിട്ടാ ഇവിടെ മാറിയത്. എന്തായാലും ആ കുട്ടികൾക്ക് സന്തോഷകരമായ ഒരു ദാമ്പത്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദിയുണ്ട് തിരുമേനി. അവരെ തമ്മിൽ യോജിപ്പിക്കാനുള്ള ഈ സൂത്രപ്പണിയിൽ ഞങ്ങൾക്കൊപ്പം നിന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ആ, ഇതൊരു ദക്ഷിണയാ. ഇതും കൂടി സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. പുഷ്പൻ ചേട്ടൻ എവിടെയായിരുന്നു? ഞാനൊക്കെ മുകളിലായിരുന്നു. അരുന്ധതി നക്ഷത്രത്തെ ഒന്ന് കാണാൻ പോയതാ. എന്നിട്ട് കണ്ടോ? കണ്ടു. വയറ് നിറഞ്ഞു, അല്ല മനസ്സ് നിറഞ്ഞു. അയ്യോ, ഒറ്റയ്ക്ക് കണ്ടിട്ട് ഫലമില്ലല്ലോ പുഷ്പൻ ചേട്ടാ. ആരെങ്കിലും കൂടെ കൂട്ടായിരുന്നില്ലേ? ആയ കാലത്ത് അരുന്ധതി നക്ഷത്രത്തെ കാണാനോ കൂടെ ആരെങ്കിലും കൂട്ടാനോ തോന്നിയില്ല. ഇനിയിപ്പോ നമ്മുടെ നേരം വിളിക്കാറായില്ലേ? ശരി അഞ്ജലി, ഞങ്ങളെന്നാ പുറപ്പെടുന്നു. പൂജിച്ച് യോജിപ്പിച്ച നവദമ്പതികൾ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഇന്നൊരു ദിവസത്തേക്ക് പ്രസാദേട്ടൻ കൂടി ഇവിടെ നിൽക്ക. ആരതി ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ? മുരളി എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ വയ്യാത്ത അവസ്ഥയാ. ഇല്ലില്ല, മുരളി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ആരതി എങ്ങനെ പ്രകോപിപ്പിച്ചാലും മുരളി അനങ്ങില്ല. അവൻ കാരണം ഇവിടെ ഒരു അനിഷ്ട സംഭവം ഉണ്ടാവില്ല, അതെന്റെ ഉറപ്പാ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഹരി ഇവിടെ നിൽക്കട്ടെ. അവന്മാര് ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാ. വഴക്കും വക്കാണൊക്കെ ഉണ്ടെങ്കിലും രണ്ടാളും ഒരേ മനസ്സുള്ളവരാ. മുരളിയെ നിയന്ത്രിക്കാൻ എന്നെക്കാൾ പറ്റിയത് ഹരിയ. അവനോട് നിൽക്കും. അല്ല, അത് വേണോ? ഏത്? അല്ല, ഹരിയെ മാത്രം ഇവിടെ നിർത്തുന്നത് അത് ഒരതുമില്ല, അവനോട് നിൽക്കട്ടെ. ആ നിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അത് നല്ലതിനായിരിക്കും എന്ന് വിചാരിച്ചാൽ മതി. അതെന്താ പുഷ്പൻ ചേട്ടൻ അങ്ങനെ പറഞ്ഞേ? അല്ല, ഒട്ടും പ്രതീക്ഷിക്കാതെയാണല്ലോ മുരളി ആരതിക്ക് താലി കെട്ടിയത്. അതിപ്പോ കല്യാണം വരെയായി. അല്ല, ഇനിയും അതുപോലെ അപ്രതീക്ഷിതമായി വല്ലതും സംഭവിച്ചാൽ അതും നല്ലതിനായിരിക്കുമെന്ന് പറയുമായിരുന്നു. വാ, നമുക്ക് പോവാം. ശരി അഞ്ജലി. പോട്ടെ. അയ്യേ, ഉപ്പുമില്ല, രുചിയില്ല. പ്രണയത്തിന് എപ്പോഴും ഉപ്പും രുചിയും വേണമെന്ന് ശാഠ്യം പിടിക്കരുത്. ഉപ്പില്ലാത്ത പ്രണയവും പ്രണയമാണ് ആര്യപുത്രി. ആണോ? എന്നാ പിന്നെ
പിടിച്ചു. അയ്യോ, എത്തിയോ? ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങായിരുന്നു. ആര്യ എവിടെ? അവിടെ നല്ല ഉറക്കം വന്നാ തോന്നുന്നു. നേരെ ഇത്രയായിട്ട് എണീറ്റില്ലേ? ഇവൾക്കെന്താ ഇന്നലെ രാത്രി ശിവരാത്രി ആയിരുന്നോ? ആ, എനിക്കറിയില്ല. എനിക്കൊരു ജോബ് കോച്ചിങ് സെന്ററിൽ ചേരാനുണ്ട്. അതാ ഞാൻ നേരത്തെ എഴുന്നേറ്റത്. ജോബ് കോച്ചിങ് സെന്ററോ? അതെന്താ ഈ ജോബ് കോച്ചിങ് സെന്റർ? ജോലി കിട്ടാനുള്ള ടെസ്റ്റുകൾക്ക് പരിശീലനം കൊടുക്കുന്ന സെന്ററാ. ബാങ്ക് ടെസ്റ്റുകൾക്കും PSC UPSC ടെസ്റ്റുകൾക്കും കുട്ടികൾ കോച്ചിങ്ങിന് പോവും. ആ, അത് നല്ല കാര്യം. ദാ, നീ ഇത് കൊണ്ടുപോയി മുരളിക്ക് കൊടുക്ക. ആള് പുറത്തിരിപ്പുണ്ട്. എനിക്കെങ്ങും വയ്യ. വേണമെങ്കിൽ സീതമ്മ കൊണ്ടുപോയി കൊടുത്താൽ മതി. ആരതി, ഇതില് നീ വേറെ ഒന്നും കാണണ്ട, ഒന്നും കരുതുകയും വേണ്ട. മുരളി നമ്മുടെ വീട്ടിലെ അതിഥിയാ ഇന്നിപ്പോ. അവനൊരു ചായ കൊണ്ടു കൊടുക്കുന്നതില് തകരാറൊന്നുമില്ല. ദാ, കൊണ്ടുപോയി കൊടുക്ക. കൊണ്ടുപോയി കൊടുക്കങ്ങോട്ട്. ദാ ചായ. ആഹാ, സൂപ്പർ. ഒറ്റ രാത്രി കൊണ്ട് നിനക്ക് നല്ല മാറ്റം വന്നല്ലോ. ഏതായാലും ഞാൻ കെട്ടിയ താലിക്ക് വില കൽപ്പിക്കാൻ നിനക്ക് മനസ്സുണ്ടായി എന്നർത്ഥം. ഇപ്പോഴാ നീ എന്റെ ഭാര്യയായത്. ആരതി, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല. എനിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല ഇവിടെ. വീട്ടിൽ വന്നൊരു അതിഥിക്കുള്ള ഒരു പരിഗണന നിങ്ങൾക്ക് തരാൻ ശ്രമിച്ചു. നിങ്ങൾ പക്ഷെ അത് അർഹിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതെ, നിങ്ങൾ ഇവിടെ വന്നതൊരു മംഗളപൂജയ്ക്ക് വേണ്ടി മാത്രമാണ്. അല്ലാതെ മയങ്ങി കടന്നപ്പോ കഴുത്തിൽ കെട്ടിത്തന്ന ഈ ഒരു താലിയുടെ ബലത്തില് എന്നെ ഭാര്യയാക്കി ചൊൽപ്പടിക്ക് നിർത്താനല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.